കോട്ടേക്കാട്ടുകര കടുങ്ങല്ലൂർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 24, 25, 26 വാർഡുകളിലെ ജനപ്രതിനിധികൾക്കും ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട സൈജി ജോളി, വൈസ് ചെയർപേഴ്സൺ ഫാസിൽ ഹുസൈൻ എന്നിവരെയും ലൈബ്രറി ഹാളിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ വെച്ച് ആലുവ MLA അൻവർ സാദത്ത് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഡോക്ടർ ചിത്ര ബോസ്, VA അഗസ്റ്റിൻ എന്നിവരെ അനുമോദിച്ചു. നമുക്കറിയാം, ലൈബ്രറിയും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനൊക്കെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു സംഗതിയാണ്. ഇവിടെ അവസാനം സംസാരിച്ച ആളെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് വേണ്ടത് കൂട്ടായ്മയാണ്. അതിലെല്ലാവരും ഉണ്ടാവണം. ജാതി, മതം, രാഷ്ട്രീയമൊക്കെ തികച്ചും നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യം മാത്രമാണ്. അതിൽ വിശ്വസിക്കാനോ അതിൽ പ്രവർത്തിക്കാനോ സ്വാതന്ത്ര്യം നമുക്ക് രാജ്യത്ത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഈ നാട്ടിലെ വ്യവസ്ഥയും അത് തന്നെയാണ്. പക്ഷെ അതിനപ്പുറമാണ് നമുക്ക് കൂട്ടായ്മ. ആ കൂട്ടായ്മ എന്നും നമുക്ക് നിലനിർത്താൻ സാധിക്കണം. ഐക്യം, ആ സ്നേഹം, ആ സഹോദര്യം, അതൊക്കെ TKR കാലത്ത് വളരെ ശ്രദ്ധിക്കാൻ സ്വാഭാവികമായും ഇരിക്കുന്ന ടീം, അവരൊരു ടീമാണ്. അവരൊക്കെ തമ്മിൽ വ്യത്യസ്ത ആശയം, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായ ആളുകളാണ്. പക്ഷേ ഇവിടുത്തെ കൂട്ടായ്മയിൽ അവരൊക്കെ ഐക്യത്തോട് ഒരുമിച്ചാണ് മുന്നോട്ട് വരുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. എന്തായാലും ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഇതങ്ങനെയല്ല. തിരഞ്ഞെടുക്കപ്പെട്ടാൽ നമ്മൾ അവരുടെ ദാസന്മാരായി എന്ന് പറയാം. അങ്ങനെ പ്രവർത്തിക്കണം. നമ്മളല്ല അവരല്ല ദാസന്മാർ, നമ്മളാ ദാസന്മാർ ജനപ്രതി. ഞാനങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങളോട് കൂടുതൽ കമ്മിറ്റഡോടെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോട്, കമ്മിറ്റഡോടെ, സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള കഴിവും പ്രാപ്തിയുള്ളവരായിരിക്കുന്നതൊക്കെ ഒരു സംശയമില്ല. അതിന് ഒരു MLA എന്നതിൽ എൻ്റെ പൂർണ്ണമായ പിന്തുണയും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. അവിടെയും രാഷ്ട്രീയം. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയം നോക്കാതെ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവൃത്തികൾക്കും എല്ലാവരോടൊപ്പം താനും കൂടെയുണ്ടാകുമെന്നും MLA പറഞ്ഞു. TKRA പ്രസിഡന്റ് ഹംസക്കോയ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു കൊല്ലംപറമ്പിൽ സ്വാഗതവും, പ്രൊഫസർ നാരായൺ, ഡോക്ടർ KK റഷീദ്, KK ചന്ദ്രബോസ് എന്നിവർ ആശംസകളും നേർന്നു. പാരു ന്യൂസ് ബ്യൂറോ, ആലുവ. PM മൂസക്കുട്ടി എന്നിവരെ ബഹുമാനപൂർവ്വം എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു നമ്മുടെ നിയമങ്ങളും എല്ലാത്തിൻ്റെ പരിധിയിൽ നിന്ന് എന്നെക്കൊണ്ട് സാധിക്കുന്ന എന്ത് കാര്യത്തിനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി കുറേ കാര്യങ്ങൾക്ക് അസോസിയേഷൻസ് തീരുമാനിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് അംഗീകാരത്തിന് മുനിസിപ്പാലിറ്റി ഒരിക്കലും പുറകോട്ടാവില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. എന്നുവെച്ചാൽ നല്ല ഇനീഷ്യേറ്റീവ് എപ്പോഴും നമുക്ക് വെൽക്കമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ കാരണം നമ്മൾ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ നെഗറ്റീവിൽ നോ എന്നൊരു വാക്കിൽ എല്ലാത്തിനും നമ്മളെ സഹായിക്കാറുണ്ട്. നമ്മുടെ ഈ ലൈബ്രറിയായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ കൗൺസിലർമാരെല്ലാവരും, സുകുട്ടിയായാലും ശ്യാമായാലും രാജേഷായാലും, ഈ ലൈബ്രറിയും ഇതിൻ്റെ പ്രവർത്തകരും എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടെങ്കിലും യാതൊരുവിധ രാഷ്ട്രീയ വകഭേദങ്ങളില്ലാണ്ട് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരെയും ഒരുപോലെ കാണുകയും പല രാഷ്ട്രീയക്കാരായ ആളുകൾ ഈ ലൈബ്രറിയുടെ അംഗങ്ങളായിട്ടുണ്ട്. നമ്മുടെ ഈ അസോസിയേഷനിലും ഈ പരിസരവാസികൾക്കും വേണ്ട ആവശ്യങ്ങൾ മറ്റൊരാളുടെ ആവശ്യമില്ലാതെ തന്നെ നേരിൽ കണ്ട് പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയാണ് ഇന്നിവിടെ അവരെ നമ്മൾ കണ്ട് സ്വീകരിക്കുന്നതും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതല്ല. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ
നമ്മുടെ നാടിനെ, ഈ നഗരസഭയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായിരിക്കണം. ജനങ്ങളെ അവർ ഭരണകർത്താക്കൾ എപ്പോഴും ഒരു അടിമകളായിട്ടല്ല കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകർത്താക്കൾ അവർ നമ്മളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനും എപ്പോൾ വിളിച്ചാലും നമ്മളുടെ ഒപ്പം കൂടെ ഉണ്ടാകാനും വേണ്ടിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്.